നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ കടലാക്രമണം. സംസ്ഥാനത്ത് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പെരുമാറ്റച്ചട്ട ലംഘനം. LDFന്റെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് LDF നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടും. മാനവകുലത്തിന്റെ പാപമോചനത്തിനായി ഗാഗുൽത്ത മലയിൽ ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളുമായി വിശ്വാസി സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. കേച്ചേരി പറപ്പൂക്കാവിൽ ആനപ്പാപ്പാന്മാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്ക്. ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി 34 വയസ്സുള്ള ബിജിക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശിനി സരസ്വതി, കാൽനട യാത്രക്കാരിയായ ഇരിങ്ങപ്പുറം ശ്രീകൃഷ്ണ ഭവനിൽ ദീപ എന്നിവർക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്ക്. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടലാക്രമണം. ആലപ്പുഴ, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ തീരപ്രദേശങ്ങളിലാണ് കടലാക്രമണമുണ്ടായത്. തൃശൂർ ജില്ലയിൽ പെരിഞ്ഞനത്താണ് കടലേറ്റം. തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചുകയറി. വെള്ളവും മണ്ണും അടിച്ചുകയറി. മത്സ്യബന്ധന വലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ കടലാക്രമണം അനുഭവപ്പെട്ടതോടെ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റേതാണ് മുന്നറിയിപ്പ്. ഇനിയും ഉയർന്ന ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിശേഷം. പെരുമാറ്റച്ചട്ട ലംഘനം. LDFന്റെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് LDF നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടും. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ആവശ്യം വേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPI ജില്ലാ സെക്രട്ടറിയും LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ KK വത്സരാജ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പരാതി നൽകിയത്. ജില്ലയിലെ മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നൽകി മതസ്പർദ്ധ സൃഷ്ടിക്കാനുള്ള ശ്രമവും നടക്കുന്നതായി LDF ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ ജില്ലാ കളക്ടർക്ക് LDF നേതൃത്വം പരാതി നൽകിയിരുന്നു. ഈ വിഷയങ്ങളിലും അന്വേഷണം നടന്നുവരികയാണ്. മറ്റു വാർത്തകളിലേക്ക്. മാനവകുലത്തിന്റെ പാപമോചനത്തിനായി ഗാഗുൽത്ത മലയിൽ ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളുമായി വിശ്വാസി സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. 50 ദിനരാത്രങ്ങൾ നീണ്ട നോമ്പാചരണത്തിന് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടെ പരിസമാപ്തിയായി. മരണത്തെ തോൽപ്പിച്ച് കല്ലറ തകർത്ത പാപവിമോചകനായ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വരവേറ്റാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയും ദേവാലയങ്ങളിൽ നടന്ന തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തത്. മരണത്തെ ജയിച്ച മനുഷ്യപുത്രന്റെ ഉത്ഥാനത്തിന്റെ തിരുകർമ്മങ്ങൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കുമായി ദേവാലയങ്ങളിലെത്തിയത് നൂറുകണക്കിന് വിശ്വാസികളായിരുന്നു. പ്രാർത്ഥനകൾ അർപ്പിച്ചും ഉപവാസം നോറ്റും നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ അർദ്ധരാത്രിയോടെ ആരംഭിച്ച തിരുകർമ്മങ്ങളിൽ ദിവ്യബലിക്കും തുടർന്ന് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരത്തിനും സാക്ഷ്യം വഹിച്ചു. ഉയിർപ്പ് തിരുനാൾ സന്ദേശം, ഈസ്റ്റർ എഗ് വിതരണം തുടങ്ങിയ ചടങ്ങുകളുമുണ്ടായി. കഴുതപ്പുറത്തേറിയുള്ള മിശിഹായുടെ ജെറൂസലേം പ്രവേശനത്തെ അനുസ്മരിക്കുന്ന ഓശാന ആചരണത്തോടെ വലിയ നോമ്പിലെ വിശ്വാസ തീഷ്ണമായ തിരുകർമ്മങ്ങളിലേക്ക് പ്രവേശിച്ച ക്രൈസ്തവ സമൂഹം വിനയത്തിന്റെയും പങ്കുവെപ്പിന്റെയും ഉദാത്തമായ മാതൃക മാനവ സമൂഹത്തിന് പകർന്നേകിയ പെസഹ ആചരണവും കാൽവരിക്കുന്നിലെ മരക്കുരിശിൽ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്കായി സ്വയം ബലിയായി തീർന്ന ദുഃഖവെള്ളിയും പിന്നിട്ടാണ് പ്രത്യാശയുടെ നവവെളിച്ചമേകുന്ന ഉയിർപ്പ് തിരുനാളിലേക്ക് പ്രവേശിച്ചത്. ഓശാന വാഴ്ത്തലുകൾക്കും പങ്കുവയ്പിന്റെ പെസഹയ്ക്കും ഉയിരോടെ കുരിശിലൊടുങ്ങിയ പകലിനുമപ്പുറത്ത്
ക്രിസ്തു മനുഷ്യ സമൂഹത്തിന് നൽകിയ അവസാനമില്ലാത്ത പ്രതീക്ഷയാണ് ഈസ്റ്റർ. CCTV ന്യൂസ്, കേച്ചേരി. കേച്ചേരി പറപ്പൂക്കാവിൽ ആന പാപ്പാന്മാർ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് പരിക്ക്. കോട്ടയം സ്വദേശിയും ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാനുമായ ബിജിക്കാണ് പരിക്കേറ്റത്. ഇയാളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂരത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി 8:30ഓടെയാണ് ആന പാപ്പാന്മാർ തമ്മിൽ സംഘർഷമുണ്ടായത്. എഴുന്നള്ളിപ്പിനെത്തിച്ച മറ്റൊരാനയുടെ പാപ്പാന്മാരും ബിജിയും തമ്മിൽ ആദ്യം വാക്കുതർക്കമുണ്ടാകുകയും പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. പാപ്പാന്മാർ സംഘം ചേർന്ന് മർദ്ദിച്ചതിനെ തുടർന്ന് സാരമായി പരിക്കേറ്റ ബിജിയെ ആക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാപ്പാന്മാർ തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് സംഘടനത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. പൂരം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം പറപ്പൂക്കാവ് ക്ഷേത്ര മൈതാനവും പരിസരവും മാലിന്യമുക്തമാക്കി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ. അവധി ദിനത്തിലും ശുചീകരണ യജ്ഞം നടത്തിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകയായത്. അജൈവം, ജൈവം എന്നിങ്ങനെ മാലിന്യങ്ങൾ വേർതിരിച്ച് പഞ്ചായത്തിലെ MCF കേന്ദ്രത്തിലേക്ക് നീക്കം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന വേലപ്പൂരത്തിനോടനുബന്ധിച്ച് സ്റ്റാളുകൾ സ്ഥാപിച്ച് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണവും മോരുവെള്ള വിതരണവും നടത്തിയിരുന്നു. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് ഓലകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 വല്ലങ്ങൾ പൂരനഗരിയിലും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഞായറാഴ്ചയിലെ അവധി ദിനം വകവയ്ക്കാതെ 25 ഹരിതകർമ്മസേനാംഗങ്ങളാണ് പൂരനഗരി വൃത്തിയാക്കുന്നതിനായി സന്നദ്ധത പ്രകടിപ്പിച്ച് എത്തിയത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, IRTC കോർഡിനേറ്റർ അനഘ, ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സെക്രട്ടറി ഷഹന, പ്രസിഡന്റ് നിഷ, ദേവസ്വം പ്രസിഡന്റ് PG അജയൻ, സെക്രട്ടറി UB ജയൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ ജനപ്രതിനിധി സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതായി പരാതി. ആലങ്കോട് പഞ്ചായത്തിലെ 18-ാം വാർഡിൽ താമസിക്കുന്ന പെരിഞ്ചിരിയിൽ അബ്ദുള്ളയുടെ പേരിലുള്ള പെൻഷൻ വീട്ടുകാർ അറിയാതെ വാർഡ് മെമ്പറായ ഹക്കിം പെരുമുക്ക് തട്ടിയെടുത്തതായി CPM നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള രജിസ്റ്റർ സമയബന്ധിതമായി ചെയ്തിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2019-ൽ പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി പിന്നീട് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയും മരിച്ച അബ്ദുള്ളയുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വാർഡ് മെമ്പറെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ പെരുമുക്കിലെ പൊതുപ്രവർത്തകരെ സമീപിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആലങ്കോട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ പരാതിയിലാണ് മരിച്ച അബ്ദുള്ളയുടെ പെൻഷൻ 2020 സെപ്റ്റംബർ വരെ കൈപ്പറ്റിയതായി അറിയുന്നത്. കേരള സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിലെ പെരിഞ്ചിരിയിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ വ്യക്തി 2019 ഡിസംബർ 17-ാം തീയതി മരിക്കുകയും എന്നാൽ സെപ്റ്റംബർ 2020 വരെ അദ്ദേഹത്തിന്റെ പെൻഷൻ കൈപ്പറ്റിയതായി ബാങ്കിൽ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ പരിശോധന രേഖ ലഭിക്കുകയുണ്ടായി. എന്നാൽ ആ കാലത്ത് പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി ഇന്ന് അവിടുത്തെ മെമ്പറാണ്, കോൺഗ്രസിന്റെ മെമ്പറാണ്, മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൻഷൻ അവർക്ക് ലഭിക്കാതെ ഇദ്ദേഹം തന്നെ കൈപ്പറ്റിയതാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 18-ാം വാർഡ് മെമ്പറായ ഹക്കീം പെരുമുക്ക് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഇയാൾ നേരത്തെ ആലങ്കോട് കൃഷിഭവനിൽ സ്വന്തം മാതാവിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിരുന്നതായും പറയുന്നു. പിന്നീട് പണം തിരിച്ചടച്ച് അവസാനിപ്പിക്കുകയായിരുന്നുവത്രേ. അതുമായി ബന്ധപ്പെട്ട് ചങ്ങരകുളം സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ബാങ്കിൽ നടക്കുന്ന ഈ സാധാരണക്കാരന്റെ പെൻഷൻ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചങ്ങരകുളം സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ബാങ്കിൽ നടക്കുന്ന ഈ സാധാരണക്കാരന്റെ പെൻഷൻ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനപ്രതിനിധിയുടെ തട്ടിപ്പ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടും ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും വിജിലൻസിലും സംസ്ഥാന സഹകരണ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും DGP രജിസ്ട്രാർക്കും പരാതി നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത CPM എടപ്പാൾ ഏരിയ കമ്മിറ്റി മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ആരിഫ നാസർ, ആലങ്കോട് ലോക്കൽ കമ്മിറ്റി മെമ്പറും പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പറുമായ കരുണാകരൻ എന്നിവർ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശിനി സരസ്വതി,
കാൽനടയാത്രക്കാരിയായ ഇരിങ്ങപ്പുറം ശ്രീകൃഷ്ണ ഭവനിൽ ദീപ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 5:30 തൈക്കാട് പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം. കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ തീർന്നതിനെ തുടർന്ന് ബൈക്ക് തള്ളിപ്പോവുകയായിരുന്ന ഭർത്താവിന് പുറകിൽ നടന്നു വരികയായിരുന്നു ദീപ. ഈ സമയം നിയന്ത്രണം വിട്ട കാർ ദീപയെ ഇടിച്ച് തെറിപ്പിച്ച് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് പരിക്കേറ്റ സരസ്വതിയെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 12 വയസ്സുകാരിയെ ലൈംഗികാതിക്രമം നടത്തിയ 70 വയസ്സുകാരന് ജീവപര്യന്തം കഠിന തടവിനും 5,25,000 രൂപ പിഴയടയ്ക്കാനും ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചു. ചാവക്കാട് തിരുവത്ര EMS നഗറിൽ റമളാൻ വീട്ടിൽ മൊയ്തുവിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പ്രതിയുടെ മൊബൈലിൽ അശ്ലീല വീഡിയോ കാണിക്കുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പിഴ അടയ്ക്കാത്ത പക്ഷം 5 വർഷം കൂടി തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു. ചാവക്കാട് SI ബിബിൻ ബി നായർ FIR രജിസ്റ്റർ ചെയ്ത കേസ് ഇൻസ്പെക്ടർ ബിബിൻ കെ വേണുഗോപാലാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി 16 സാക്ഷികളെ വിസ്തരിക്കുകയും 16 രേഖകളും 2 തൊണ്ടിമുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, C നിഷ എന്നിവർ ഹാജരായി. CPOമാരായ S സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. വടക്കേക്കാട് കൊച്ചന്നൂരിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിൽ വീണ് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ മേൽക്കൂര തകർന്നു. കൊച്ചന്നൂർ ചക്കിത്തറ റോഡിൽ കോളഞ്ചേരി അബ്ദുൾ റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണ്. ശനിയാഴ്ച രാത്രി 11:30 അപകടം. സംഭവ സമയം ഗൃഹനാഥയും 2 കുട്ടികളും വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. ടെറസിന് മുകളിൽ വിരിച്ച ഷീറ്റിന് മുകളിലേക്കാണ് ഇതേ പറമ്പിലെ തെങ്ങ് കടപുഴകി വീണത്. പ്രദേശത്തെ ഇലക്ട്രിക് ലൈനിൽ തട്ടിയിട്ടുണ്ടെങ്കിലും ഇൻസുലേറ്റഡ് കേബിളുകളായതിനാൽ ലൈനുകൾക്ക് മറ്റു തകരാറുകളൊന്നും സംഭവിച്ചില്ല. സംഭവത്തിൽ വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. വാർഡ് മെമ്പർമാരായ ഹാഫിയമോൾ, ശ്രീധരൻ മാക്കാലിക്കൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അണ്ടത്തോട് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. ചാവക്കാട് അഞ്ചങ്ങാടി വളവ് സ്വദേശിയും പുതുപൊന്നാനിയിൽ താമസക്കാരനുമായ പുത്തൻപുരയിൽ 43 വയസ്സുള്ള ഷിഹാബിനെ അകലാട് മുന്നേനി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അണ്ടത്തോട് പാപ്പാളി സെന്ററിലായിരുന്നു അപകടം. മുന്നിൽ പോയിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് തിരിയുന്നത് കണ്ട് ബ്രേക്കിട്ടതിനെ തുടർന്നാണ് ബൈക്ക് മറിഞ്ഞത്. നാടിന്റെ സമഗ്ര വികസനം ചർച്ച ചെയ്ത് കുന്നംകുളത്തെ പൗരപ്രമുഖർ. കുന്നംകുളം സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച സംഗമത്തിലാണ് നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ മനസ്സ് തുറന്നത്. ജനകീയ ഇടതു വികസനം തുടരേണ്ടതിന്റെ ആവശ്യകത ഓരോരുത്തരും യോഗത്തിൽ അവതരിപ്പിച്ചു. കുന്നംകുളം ലീവ ടവറിൽ നടന്ന സുഹൃത്ത് സംഗമം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഒന്നാമത്തേത് എന്ന നിലയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നതാണ് വികസന കാഴ്ചപ്പാടിന്റെ മേന്മ എന്ന് അവർ അഭിപ്രായപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. AC മൊയ്തീൻ MLA, സിനിമാ താരം VK ശ്രീരാമൻ, ഗായിക പ്രസീത ചാലക്കുടി, മുൻ MP PK ബിജു, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, MN സത്യൻ, M ബാലാജി, KT ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. 15-ാം വയസ്സിൽ ധരിച്ചു തുടങ്ങിയ ചട്ടയും മുണ്ടും 7 പതിറ്റാണ്ടിനിപ്പുറവും സെലീനയുടെ ഇഷ്ടവേഷം. പരമ്പരാഗതമായി ക്രൈസ്തവ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ വേഷമായിരുന്ന ചട്ടയും മുണ്ടും ധരിക്കുന്നവർ ഇന്ന് വിരളം. ചട്ടയും മുണ്ടും ധരിച്ച ചേട്ടത്തിമാർ പള്ളികളിലും അങ്ങാടികളിലും ഒരു കാലഘട്ടത്തിലെ സ്ഥിര കാഴ്ചയായിരുന്നു. എന്നാൽ നാടിന്റെ പുരോഗമനത്തിനൊപ്പം വസ്ത്രധാരണത്തിലും മാറ്റം വന്നതോടെ മാർഗംകളി മത്സരവേദികളിലും ഫാഷൻ ഷോകളിൽ മാത്രമായി ചട്ടയും മുണ്ടും ഒതുങ്ങി. പുതുതലമുറയിലുള്ളവരാകട്ടെ പരമ്പരാഗത വേഷത്തെ കൈയൊഴിഞ്ഞ് നൈറ്റിയിലും ചുരിദാറിലും അഭയം തേടുകയും ചെയ്തു. എന്നാൽ 7 പതിറ്റാണ്ടായി ചട്ടയും മുണ്ടും മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ കൂനമൂച്ചിയിലുണ്ട്. പരേതനായ മുട്ടത്ത് കുരിയാക്കുവിന്റെ ഭാര്യ സെലീനയാണ് തന്റെ ഇഷ്ടവേഷത്തെ ഇന്നും നെഞ്ചേറ്റുന്നത്. 15-ാം വയസ്സിലായിരുന്നു കുന്നംകുളം കക്കാട് ചുങ്കത്ത് വീട്ടിൽ ലൂവിസ് മറിയം ദമ്പതികളുടെ മകളായ സെലീനയുടെ വിവാഹം. വിവാഹത്തിനാണ് ആദ്യമായി ചട്ടയും മുണ്ടും അണിയുന്നത്. പിന്നീട് ആ വേഷത്തോട് ഒരിഷ്ടം തോന്നുകയായിരുന്നു. സമപ്രായക്കാരായവർ പലരും സാരിയിലേക്ക് മാറിയെങ്കിലും സെലീന തന്റെ ചട്ടയും മുണ്ടും കൈവിടാൻ ഒരുക്കമായിരുന്നില്ല.
ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് സെലീനയോട് സാരി ധരിച്ചോളാൻ പറഞ്ഞിരുന്നുവെങ്കിലും ചട്ടയും മുണ്ടും തന്നെ മരണം വരെ തന്റെ വേഷമെന്ന് സെലീന ഉറപ്പിക്കുകയായിരുന്നു. എല്ലാവരും സാരിയാക്കി. പണ്ടുണ്ടായിരുന്നു മുണ്ട് മുമ്പായൊക്കെ, ഇപ്പം എല്ലാവരും സാരിയാക്കി. എന്നോടും പറഞ്ഞു സാരി എടുത്തോളാൻ. നമുക്കിതല്ല ആദ്യം കിട്ടിയത്, അപ്പോൾ ഞാനായിട്ട് പോട്ടെ. 15 വയസ്സിലാണ് കല്യാണം. അന്ന് തൊട്ടിട്ട് എടുത്തു തുടങ്ങിയതാ. പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത സെലീന എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നത് ചട്ടയും മുണ്ടും ധരിച്ചാണ്. മക്കൾക്കൊപ്പം മുംബൈ, ബംഗളൂരു, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്തപ്പോഴും തന്റെ ഇഷ്ടവേഷം ഉപേക്ഷിക്കാൻ സെലീന തയ്യാറായിട്ടില്ല. അവിടെയുള്ളവരെല്ലാം അസാധാരണമായ വേഷം കണ്ട് അത്ഭുതം കൂറുകയും വസ്ത്രധാരണത്തിന്റെ രീതികളെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തത് അഭിമാനത്തോടെയാണ് സെലീന ഓർക്കുന്നത്. കാലം പുരോഗമിച്ചതോടെ ചട്ട തുന്നുന്നവരില്ലാതായെന്നും അപൂർവം ആളുകൾ മാത്രമാണ് ഈ വേഷം തയ്ക്കാൻ ഇറങ്ങുന്നവരായിട്ടുള്ളൂ എന്നും സെലീന പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തെയും പോയിട്ടുണ്ട്. ആൾക്കാർ നോക്കുമ്പോൾ ഒരു ഇതുണ്ട്, അതുണ്ടായിക്കോട്ടെ, നമുക്ക് ഞാനിത് മതി എന്നുള്ള ഇഷ്ടത്തിന് തീരുമാനം എടുത്തതാ. നമ്മുടെ കൊച്ചെറുതനാണ് കുപ്പായ അടിച്ചായിരുന്നത്. ഇപ്പം ഇവിടെ ഈ പള്ളിന് മുമ്പിൽ പണിക്കെൻ്റെ പെൺകുട്ടിയില്ലേ, അവൾ അടിച്ചു തരും. അവൾക്ക് വലിയ ഇത് ഭംഗി ഉണ്ടാവില്ല, എന്നാലും വേറെ ആരും അടിക്കാനില്ല. വിവാഹത്തോടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കൂടെ കൂട്ടിയ വേഷമായ ചട്ടയും മുണ്ടും മരണം വരെ ഉപേക്ഷിക്കില്ലെന്നാണ് സെലീനയുടെ പക്ഷം. പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളുമെല്ലാം വെറും മേനിപറച്ചിലുകളായി മാറുന്ന വർത്തമാനകാലത്ത് അതൊന്നും കൈവിടാതെ ചട്ടയുടെയും മുണ്ടിന്റെയും ബ്രാൻഡ് അംബാസിഡറായി തുടരുകയാണ് സെലീന. CCTV ന്യൂസ്, കേച്ചേരി. കോതച്ചിറ അപ്പത്ത് വളപ്പ് വാഴാനിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. രാവിലെ വിശേഷാൽ പൂജകൾ, പായസമെപ്പ് എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ആന, പഞ്ചവാദ്യം എന്നിവയോടുകൂടിയുള്ള പൂരം എഴുന്നള്ളിപ്പും നടന്നു. മുക്കിൽ പീടിക, യുവസംഘം, സംഗമം, യുവസേന, ശിവദം, പുനർജനി, മാഡ്രോക്ക്, ഗ്രൗണ്ട് കിങ്സ്, ഡ്രാഗൺ, കുരുക്ഷേത്ര, സ്ഫടികം, മൂളിപ്പറമ്പ്, അഡോൺ സിറ്റി, വനിതാ കമ്മിറ്റി, ബ്രദേഴ്സ്, അഗോറിസ് എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ആനപ്പൂര കാവടിയാട്ട എഴുന്നള്ളിപ്പുകൾ. പഞ്ചവാദ്യത്തിന് പെരിങ്ങോട് ഹൈസ്കൂൾ സംഘം നേതൃത്വം നൽകി. വൈകിട്ട് ദീപാരാധനയും രാത്രി 8-ന് തായമ്പകയും നടന്നു. നിരവധി പേർ പൂരാഘോഷത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകുന്നു. ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനായി കുഴൽക്കിണർ കുഴിക്കുന്നതിന് തൃശൂരിലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രത്യേക സംഘം സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനായി കുന്നംകുളം MLA AC മൊയ്തീൻ 2021-22 വർഷത്തിൽ പ്രത്യേക വികസന നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് തൃശൂരിൽ നിന്നുള്ള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. നിലവിൽ കുന്നംകുളം ബോയ്സ്, ഗേൾസ് സ്കൂളുകളിൽ വേനൽക്കാലങ്ങളിൽ കടുത്ത ശുദ്ധജലക്ഷാമമാണ് നേരിടുന്നത്. കുന്നംകുളം ടൗൺ ഹാളിൽ നിന്നും ഭൂഗർഭ പൈപ്പുകൾ വഴിയും ടാങ്കർ ലോറികൾ വഴിയുമാണ് സ്കൂളുകളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. 2019-20 വർഷത്തിൽ കുന്നംകുളം ഗേൾസ് സ്കൂളിൽ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് കുഴൽക്കിണറുകൾ കുഴിച്ചെങ്കിലും വെള്ളം ലഭ്യമായില്ല. പുതിയ പദ്ധതിക്കായി ഫിസിബിലിറ്റി അനുവദിക്കുന്നതിനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായ ജൂനിയർ ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഷൈനി, ബിനു, കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ, കോൺട്രാക്ടർ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. CCTV ന്യൂസ്, കുന്നംകുളം. അക്കിക്കാവ് കുപ്പിക്കുന്ന് റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ജലനിധിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി കുഴിച്ച കുഴിയിലെ പൈപ്പ് പൊട്ടിയാണ് ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നത്. പൂങ്കാവനം റോഡ് വരെ റോഡിൽ വെള്ളം പരന്നൊഴുകി. പ്രദേശത്ത് ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു വെള്ളം ലഭിച്ചത്. പൊട്ടിയ പൈപ്പ് ഉടൻ അറ്റകുറ്റപ്പണി ചെയ്ത് മേഖലയിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിയേറ്ററുകളിൽ ജനസാഗരം തീർത്ത് ബ്ലസ്സിയുടെ ആടുജീവിതം മുന്നേറുമ്പോൾ ചരിത്ര സിനിമയുടെ ഭാഗമാകാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കുന്നംകുളം സ്വദേശി സജീഷ് സത്യദേവ്. 16 വർഷം നീണ്ട ചിത്രീകരണത്തിന് ശേഷം പൃഥ്വിരാജ് നായകനായ ചിത്രം തിയേറ്ററുകളെ കീഴടക്കുമ്പോൾ സജീഷ് ഡ്രോൺ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾക്കും മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്.
കഴിഞ്ഞ 25 വർഷത്തിലേറെയായി കുന്നംകുളം ഗുരുവായൂർ റോഡിൽ വീഡിയോ എഡിറ്റിംഗ് സ്ഥാപനം നടത്തിവരികയാണ് സജീഷ്. എഡിറ്റിംഗിൽ നിന്ന് ക്യാമറയിലേക്ക് വഴിമാറുകയും പിന്നീട് ഡ്രോൺ ക്യാമറയിലെത്തുകയുമായിരുന്നു. പത്ത് വർഷം മുൻപ് ജയൻ കെ നായർ സംവിധാനം ചെയ്ത ഹലോ നമസ്തേ എന്ന സിനിമയിലൂടെയാണ് സജീഷ് ഡ്രോൺ ക്യാമറയുമായി ചലച്ചിത്ര രംഗത്ത് കാലുറപ്പിച്ചത്. 10 വർഷത്തിനകം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി ഭാഷകളിലായി 70-ലധികം സിനിമകൾക്കായി പ്രവർത്തിച്ചു കഴിഞ്ഞു. പുലിമുരുകൻ, ഒടിയൻ, മാസ്റ്റർപീസ്, ബ്രഹ്മയുഗം, ഇന്ത്യൻ 2, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം സജീഷ് തന്റെ ഡ്രോൺ ക്യാമറയിലൂടെ കയ്യൊപ്പ് പതിച്ചു കഴിഞ്ഞു. ആടുജീവിതം എന്ന സിനിമയിലേക്ക് എത്തിയത് ഒരു നിയോഗമായാണ് സജീഷ് കാണുന്നത്. ആടുജീവിതം പ്രധാനമായും മരുഭൂമിയിലായിരുന്നു ചിത്രീകരണം. നല്ല പൊടിക്കാറ്റുള്ള സമയത്ത് ഡ്രോൺ കാണാതായ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ കോവിഡ് ലോകം മുഴുവൻ വ്യാപിച്ചതോടെ 2 മാസത്തോളം ജോർദാനിലെ മരുഭൂമിയിൽ അകപ്പെട്ടതും ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരുന്നു. നമ്മളൊരു ഡെസേർട്ട് ക്യാമ്പിലെ വാതിറം എന്ന് പറഞ്ഞ ഡെസേർട്ടിലെ ഒരു ക്യാമ്പാണ്. ഒരു 50 ടെൻറ്റുകളായിട്ട് ആണ് ഒരു റൗണ്ട് ക്യാമ്പിൻ്റെ ഉള്ളിൽ 50 ടെൻറ്റാണ്, 50-55 ടെൻറ്റ്. അതിലാണ് നമ്മൾ താമസിച്ചോടുന്നത്. ആ ടെൻറ്റ്, ആ ഒരു ക്യാമ്പ് വിട്ടിട്ട് നമ്മൾ ലൊക്കേഷനിലേക്ക് മാത്രമേ അവിടെ നിന്ന് പോയോടുന്നുള്ളൂ. പിന്നെയാണ് അവിടെ ഫുള്ളായിട്ട് സ്റ്റക്കായി പോയത്. പിന്നെ പുറത്തേക്ക് വരാനും പറ്റില്ല. ആ ഒരു ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഏകദേശം 2 മാസത്തോളം. അവിടെ പക്ഷെ എല്ലാവരും ടെൻഷനായിട്ട് അങ്ങനെ എങ്ങനെ എത്തിപ്പെടാൻ പറ്റാതെ ഒക്കെ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ കുറേ എൻജോയ്മെൻറ്റുകളൊക്കെ വയ്ക്കായിരുന്നു. ഈസ്റ്റർ ആഘോഷിക്കുക, വിഷു ആഘോഷിക്കുക, അതേമാതിരി ബർത്ത്ഡേകൾ ആഘോഷിക്കുക. എൻ്റെ ബർത്ത്ഡേ ഒക്കെ അവിടെ വെച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. തെലങ്കാനയിലെ ഏവിയേഷൻ അക്കാദമിയിൽ നിന്ന് ഒരാഴ്ച ദൈർഘ്യമുള്ള കോഴ്സ് ചെയ്ത് ലൈസൻസ് എടുത്താണ് സജീഷ് തന്റെ പ്രൊഫഷണലിൽ സജീവമായത്. ബെന്യാമിന്റെ നോവലിലൂടെ മാത്രം മലയാളികൾ വായിച്ചെറിഞ്ഞ നജീബിന്റെ ജീവിതത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിൽ പ്രവർത്തിക്കാനായത് തന്റെ കരിയറിലെ വലിയ എക്സ്പീരിയൻസ് ആണെന്നാണ് സജീഷിന്റെ അഭിപ്രായം. അത് ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഈ ഇതിലേക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞത്. ആടുജീവിതത്തിലേക്ക് എത്താൻ പിന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു കുടുങ്ങിപ്പോവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും ഭയങ്കര അടുപ്പങ്ങളുണ്ടാകും. നമ്മളൊരു ലൊക്കേഷനിൽ പോയാൽ ഷൂട്ട് കഴിയുക റൂമിൽ തിരിച്ചു വരുന്ന പോലെയല്ല. ഇതെല്ലാവരും ഏറ്റവും ഭയങ്കര ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവാനും പിന്നെ മറക്കാൻ പറ്റാത്ത ആ ഒരു ഫീല് പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ സമയത്തുണ്ടായിരുന്ന മാനസികാവസ്ഥ ഇപ്പോൾ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാകത്തില്ല. രാംചരൺ നായകനായി ശങ്കർ സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രം ഗെയിം ചേഞ്ചറിന്റെ പണിപ്പുരയിലാണിപ്പോൾ സജീഷ്. അച്ഛൻ സത്യദേവ്, അമ്മ ദ്രൗപദി, ഭാര്യ രമ്യ, മക്കളായ അമൈസ്, അമീസ എന്നിവരടങ്ങിയ കുടുംബം സജീഷിന്റെ കലാസബരിക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV. വേലൂർ കുറുമാൽ സെന്റ് ജോർജ് ദൈവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും സെബസ്ത്യാനോസിന്റെയും തിരുനാൾ കൊടിയേറ്റം നടന്നു. ഇടവക വികാരി ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും ഇതോടൊപ്പം നടന്നു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ റോഗൻ ഡേവിഡ്, സാന്താമിയാനോ കപ്പൂച്ചിൻ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പേരാമംഗലത്തിന് കൈമാറിക്കൊണ്ട് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. സാന്താമിയാനോ കപ്പൂച്ചിൻ ആശ്രമ സുപ്പീരിയർ ഡേവിഡ് പേരാമംഗലത്ത്, ഗാഗുൽത്ത ധ്യാന കേന്ദ്ര ഡയറക്ടർ ഫാദർ ബെന്നി പീറ്റർ, ഫ്രണ്ട്സ് ഓഫ് ജീസസ് ഡയറക്ടർ ഫാദർ ബിജു പനങ്കുളം, ഗാഗുൽത്ത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വിന്നി വർഗീസ് എന്നിവർ സഹകാർമ്മികരായി. വികാരി ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി, തിരുനാൾ കൺവീനർ റോഗൻ ഡേവിഡ്, ട്രസ്റ്റിമാരായ PG കൊച്ചു ദേവസി, VL തോമസ്, മറ്റ് കൺവീനർമാർ, യൂണിറ്റ് ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 6, 7, 8 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഐപ്പുണ്ണി കിണർ കുഴിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷം. വിവിധ ജില്ലകളിലായി ഇതിനോടകം 600ഓളം കിണറുകൾ കുഴിച്ചിട്ടുണ്ട്. താണിക്കൽ വീട്ടിൽ ഐപ്പുണ്ണിക്ക് ഇപ്പോൾ വയസ്സ് 77. ഈ പ്രായത്തിലും കിണർ കുഴിക്കാൻ ഐപ്പുണ്ണി തന്നെ വേണമെന്ന് ആവശ്യക്കാർ ശഠിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നീരുറവകൾ കണ്ടെത്താനുള്ള കൈപുണ്യവും കരവിരുതുകൊണ്ട് കിണറുകൾക്ക് ലഭിക്കുന്ന ഭംഗിയുമാണ് ഐപ്പുണ്ണിയെ തേടി ആവശ്യക്കാർ എത്തുന്നതിന് ഇടയാക്കുന്നത്. 17 വയസ്സിൽ എൻ്റെ വീട്ടിൽ ഞാൻ മണ്ണ് നിറക്കിറങ്ങിയതാ അപ്പൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പുതിയ വളരെ വെച്ചിട്ട് കിണർ കുത്തി തുടങ്ങി. അതിനുശേഷം കൊറോണയായിട്ട് 2 കൊല്ലം പോയില്ല.
പിന്നെ ഇപ്പോൾ വീണ്ടും ഇറങ്ങി നമ്മുടെ ആശാൻ്റെ കുട്ടി മോഹനം പറഞ്ഞിട്ട് അപ്പോൾ പേർഷ്യയിൽ പോയി ആയിപ്പുണ്യാണ് തന്നെ കുത്തിയെന്ന് പറഞ്ഞാൽ വീണ്ടും ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പണി തുടങ്ങിയതാണ്. നല്ല കാലത്തൊക്കെ ഞാൻ 3000, 4000, 5000 പണി തരുന്നു ഒരു ദിവസം. 1.5 കോല് ഒക്കെ ഞാൻ ഒരു ദിവസം കുത്തും. ഇത് ഈ പ്രാവശ്യം 3 ദിവസമായിട്ട് 1.5 കോല് കുത്താൻ പറ്റിയ പ്രായം കൂടിയ കാരണേ. പ്രയാസം വെച്ചാൽ ആദ്യത്തെ പോലെയൊന്നും കൂടി സാധിക്കണില്ല. പിന്നെ ഏണി കയറൊക്കെ ആയിട്ട് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുത്തുക. പിന്നെയുള്ളവർ കുറച്ച് ആൾക്കാർ വയസ്സായി, കുറേ ആൾക്കാർ വയ്യാതെയായി, പണിക്ക് വരാതെയായി. ഇപ്പോൾ പുതിയ ആൾക്കാരായിട്ടാണ് കൂടുതൽ. ആൻ്റെ കുറച്ച് കൊല്ലമായിട്ട്. 17ാമത്തെ വയസ്സിലാണ് അപ്പന്റെ സഹായിയായി എത്തി കിണർ കുഴിക്കുന്ന തൊഴിലിലേക്ക് പ്രവേശിക്കുന്നത്. 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രായത്തിന്റെ അവശതകളെ മറികടന്ന് തന്റെ പാരമ്പര്യ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഐപ്പുണ്ണി. ഈ മേഖലയിൽ ഒരുപാട് ശിഷ്യരുണ്ട് ഐപ്പുണ്ണിക്ക്. ആൻഡു, രാഹുൽ, റസിയ, സരോജിനി എന്നിവരാണ് ഇപ്പോഴത്തെ സഹായികൾ. മികച്ച ഒരു നെൽകർഷകൻ കൂടിയാണ് താണിക്കൽ ഐപ്പുണ്ണി. CCTV ന്യൂസ് എരുമപ്പെട്ടി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദൈവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 106ാമത് സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇന്ന് പുലർച്ചെ നടന്ന ഈസ്റ്റർ കുർബാനയ്ക്ക് ശേഷം വികാരി ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. സബ് ഡീക്കൻ ജിജോ തറയിൽ, തിരുനാൾ കൺവീനർ CD ജോസഫ്, ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, PV ബാബു, AT ജോസഫ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 1, 2, 3 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പഴയ പള്ളിയിൽ ഏപ്രിൽ 7, 8 തീയതികളിൽ നടക്കുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ 59ാം ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഓർമ്മ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പാമ്പാടി ദയറ മാനേജർ ഫാദർ മാത്യു എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 7 പുതുഞായർ ദിവസം വൈകിട്ട് 5:30 വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്നും ഭക്തി നിർഭരമായ ഘോഷയാത്രയും തുടർന്ന് 6:30 സന്ധ്യാനമസ്കാരം, ധൂപപ്രാർത്ഥന, അനുസ്മരണ പ്രസംഗം, ആശീർവാദം, കൈമുത്ത്, ശേഷം നേർച്ച ഭക്ഷണം എന്നിവയും ഉണ്ടാകും. ഏപ്രിൽ 8 തിങ്കളാഴ്ച രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7 മണിക്ക് വിശുദ്ധ കുർബാന, പെരുന്നാൾ സന്ദേശം, തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, ആശീർവാദം, കൈമുത്ത്, നേർച്ച തുടങ്ങിയവയും നടക്കും. വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കൊടിയേറ്റം നടത്തി. ഏപ്രിൽ 7, 8, 9 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാളിനോടനുബന്ധിച്ച് ഭക്തിസാന്ദ്രമായ തിരുകർമ്മങ്ങൾ, പ്രദക്ഷിണം, ദീപാലങ്കാരം, വള, അമ്പ് എഴുന്നള്ളിപ്പുകൾ, പ്രസുതേന്തി വാഴ്ച എന്നിവ നടക്കും. തൃശൂർ ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് അസിസ്റ്റന്റ് വികാരി ഫാദർ ഫെബിൻ ചിറയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫെബിൻ കുത്തൂർ സഹകാർമ്മികനാകും. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഫാദർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ അനിൽ തലക്കോട്ടൂർ CMI പാലക്കാട് തിരുനാൾ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകും. തിരുനാളിനോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന 2 സ്നേഹഭവനങ്ങളുടെ താക്കോൽദാനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ നിർവഹിക്കും. അഞ്ഞൂർ ദിവ്യദർശൻ ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ, പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ഫാദർ ജോജു ചക്കുമുട്ടിൽ TRO, ആർത്താറ്റ് ഹോളിക്രോസ് ചർച്ച് വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ ജോജു പനക്കൽ എന്നിവർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കും. തിരുനാൾ ജനറൽ കൺവീനർ ബാബു ജോസ് V, കൈക്കാരന്മാരായ ജോസ് വടക്കൻ, ജോർജ് ചുങ്കത്ത്, ഡെന്നി തലക്കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. ജന്മദിനം ആഘോഷിക്കാൻ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകൾ ഇടവക ദേവാലയത്തിന് സമ്മാനിച്ച് ഇവാനിയയുടെ ജന്മദിനാഘോഷം. കിഴക്കാളൂർ അറങ്ങാശ്ശേരി സിൻഡോ സംഗീത ദമ്പതികളുടെ മകളായ ഇവാനിയയാണ് കുടുക്കയിൽ നിക്ഷേപിച്ച നാണയത്തുട്ടുകളും കറൻസിയുമടക്കം പിറന്നാൾ ദിനത്തിൽ ദേവാലയത്തിന് സമ്മാനിച്ചത്. പള്ളിയിൽ സ്ഥാപിച്ച എയർ കണ്ടീഷനായാണ് കൊച്ചുമുടിക്ക് തുക കൈമാറിയത്. ഈസ്റ്റർ ദിനത്തിലെ ദിവ്യബലിക്ക് മധ്യേ തന്റെ കുടുക്ക പൊട്ടിക്കുകയും അതിലുണ്ടായിരുന്ന പണം ബലിയർപ്പിച്ചിരുന്ന ഫാദർ രഞ്ജിത്ത് അത്താണിക്കലിന് കൈമാറുകയുമായിരുന്നു. പിറന്നാൾ ദിനത്തിന്റെ മംഗളങ്ങളും ആശംസകളും നേർന്നതിനോടൊപ്പം വിശ്വാസ പരിശീലന പ്രിൻസിപ്പാൾ ജോൾസ്ന ഇവാനിയയ്ക്ക് സമ്മാനം നൽകി. ഇവാനിയയുടെ സത്പ്രവൃത്തിയെ നിറഞ്ഞ കയ്യടികളോടെയാണ് ഇടവക വിശ്വാസികൾ നന്ദി അറിയിച്ചത്.
ബ്രെയിൻ സ്ട്രോക്ക് വന്ന് അതിഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യുവാവിന് ചികിത്സാ സഹായം തേടുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് 8-ാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് ചികിത്സാ സഹായം തേടുന്നത്. ബ്രെയിൻ സ്ട്രോക്കിനെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലാണ് സുരേഷ് കോമാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത്. നിർധന കുടുംബാംഗവും കൂലിത്തൊഴിലാളിയുമായ സുരേഷിന് ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമാണുള്ളത്. ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന ഭീമമായ തുക സ്വരൂപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എന്നിവർ രക്ഷാധികാരികളായും വാർഡ് മെമ്പർ PA സജി ചെയർമാനായും ചന്ദ്രപ്രകാശ് ഇടമന കൺവീനറായും CS സജീഷ് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആ കുടുംബത്തിന് വേണ്ട സഹായം ഈ പ്രദേശത്തെ, പ്രത്യേകിച്ച് എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സഹകരണങ്ങൾ ഉണ്ടാവുകയും അത് രക്ഷാധികാരികളായി ബസന്തലാൽ എരുമപ്പെട്ടി പഞ്ചായത്ത്, ജലീൽ ആദൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നിവരെയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും ആളുകളുടെയും ഈ അദ്ദേഹത്തിന്റെ വീടിന് അതിനുള്ള സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാട്ടുകാരും അതേപോലെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടമായി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അക്കൗണ്ട് നമ്പർ വഴിയോ ഗൂഗിൾ പേ നമ്പർ വഴിയോ സഹായങ്ങൾ നൽകാവുന്നതാണ്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PA സജി, ചന്ദ്രപ്രകാശ് ഇടമന, CS സജീഷ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. അരിയന്നൂർ ഹരികന്യക ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ക്ഷേത്രോത്സവത്തിൽ അവിഭാജ്യ ഘടകമായ അന്നദാനം ഈ വർഷവും വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. കൊടിയേറ്റ ദിവസം മുതൽ 5 ദിവസങ്ങളിൽ ക്ഷേത്രം ഊട്ടുപുരയിൽ കഞ്ഞിയും മുതിരപ്പുഴുക്കുമാണ് ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തത്. ഉത്സവ ചടങ്ങുകൾ നടക്കുന്ന അവസാന 2 ദിവസം വിഭവസമൃദ്ധമായ സദ്യയാണ് വിളമ്പിയത്. ചോറിനൊപ്പം സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, അവിയൽ, കാളൻ, തോരൻ, അച്ചാർ, പപ്പടം എന്നിവയടങ്ങിയ ഭക്ഷണമായിരുന്നു വിതരണം നടത്തിയത്. ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് 7 ദിവസങ്ങളിലായി നടന്ന അന്നദാനത്തിൽ പങ്കാളികളായത്. 6-ാം വിളക്ക് ദിനത്തിൽ ദേശത്തെ ഭവനങ്ങളിലേക്ക് വിശേഷാൽ ദേശപകർച്ചയുമുണ്ടായിരുന്നു. ഗുരുവായൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണം പാചകം ചെയ്തത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന പരുവക്കുന്ന് സ്വദേശി പണിക്ക വീട്ടിൽ അൻവറിനായി അറക്കൽ ആസ്ക് സാംസ്കാരിക കൂട്ടായ്മയുടെ കൈത്താങ്ങ്. ആസ്ക് കൂട്ടായ്മയിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി. ആസ്ക് ട്രഷറർ NS വിശ്വനാഥനിൽ നിന്നും സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് ഉസ്മാൻ കല്ലാട്ടയിൽ തുക ഏറ്റുവാങ്ങി. ആസ്ക് പ്രസിഡന്റ് PV മോഹൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM സലീം, വൈസ് പ്രസിഡന്റ് TK മുഹമ്മദ് കുട്ടി, ശിവദാസൻ AK, ജോയിന്റ് സെക്രട്ടറി വിദ്യാധരൻ PV, സ്വാന്തനം സെക്രട്ടറി രാകേഷ് P രാഘവൻ, സ്വാന്തനം വൈസ് പ്രസിഡന്റുമാരായ MA കമറുദ്ദീൻ, KR ഖാദർ, ട്രഷറർ മോഡൻ ബഷീർ, മുഹമ്മദ് കുട്ടി പാതാക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമടങ്ങിയ അൻവറിനെ ചികിത്സിക്കാൻ വരുമാനമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അൻവർ ഇപ്പോൾ കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയയ്ക്കായി സഹോദരൻ വൃക്ക നൽകും. എന്നാൽ ശസ്ത്രക്രിയയ്ക്കായി 15 ലക്ഷത്തോളം രൂപ ചിലവ് വരും. സാന്ത്വനം പാലിയേറ്റീവ് സെന്ററിലെ സഹപ്രവർത്തകരുടെയും മറ്റും സഹായത്താലാണ് ഇതുവരെ ചികിത്സകൾ നടന്നത്. ഉദാരമതികൾ ഇനിയും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അൻവറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിന് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങളും രംഗത്തെത്തിയിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഈസ്റ്റർ ദിനത്തിലെ ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റിന്റെ പ്രകാശനവും നടത്തി. ഏപ്രിൽ 6, 7 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനത്തിനും തിരുനാൾ കൊടിയേറ്റത്തിനും കൈക്കാരന്മാരായ AJ പ്രിൻസൺ, KJ ലിൻഡോ, ജനറൽ കൺവീനർ PV റാഫി, ജോയിന്റ് കൺവീനർമാരായ PO സേവിയർ, ജിൻഡോ തരകൻ, പബ്ലിസിറ്റി കൺവീനർ സിൻഡോ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയിർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്.
കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ പുലർച്ചെ 2 മണിക്ക് ഈസ്റ്റർ ശുശ്രൂഷകൾ ആരംഭിച്ചു. ഉയർപ്പ് പ്രഖ്യാപനവും പ്രത്യേക ശുശ്രൂഷകളും ഉണ്ടായി. വിശുദ്ധ കുർബാനയും നടന്നു. വികാരി ഫാദർ മാത്യൂസ് കെ ബർസൌമ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ശുശ്രൂഷകൾക്ക് നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്നു. മാർത്തോമാ ശ്ലീഹ AD 52 പാലയൂരിൽ വന്നിറങ്ങിയ ബോട്ടുകുളത്തിനരികെ ആരംഭിച്ച തിരുകർമ്മങ്ങൾക്കും ആഘോഷമായ ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിബൂർ ഉയിർപ്പ് സന്ദേശം നൽകി. യൂത്ത് CLC പാലയൂർ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയും ഉത്ഥിതനായ ഈശോയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ട് ദേവാലയാങ്കണത്തിൽ നിന്നും പ്രദക്ഷിണവുമുണ്ടായി. ദൈവാലയത്തിലെ എല്ലാ തിരുകർമ്മങ്ങൾക്കും ശേഷം 50 നോമ്പിന്റെ സമാപനം കുറിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഇടവക ട്രസ്റ്റിമാരായ CM ബാബു, പോൾ KJ, സന്തോഷ് TJ, ജോഫി ജോസഫ്, തോമസ് വാക്കയിൽ, ടെസ്ലിൻ S, ABS PL ലോറൻസ്, സിമി ഫ്രാൻസിസ്, ബേബി ഫ്രാൻസിസ്, പാലയൂർ മഹാ ശ്ലീഹ മീഡിയ ടീം എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ കാർമ്മികരായി. യേശുദേവന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയിർപ്പിന്റെ ജീവനുള്ള ദൃശ്യാവിഷ്കരണവുമുണ്ടായി. തിരുകർമ്മങ്ങൾക്ക് ശേഷം CLC അംഗങ്ങൾ ഒരുക്കിയ നൃത്തവും ഉണ്ടായി. ഈസ്റ്റർ എഗ് ലക്കി ഡ്രോയിൽ സമ്മാനം നേടിയവർക്ക് വിവിധ കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ളവർ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു. കൈക്കാരന്മാരായ CK ജോർജ്, KP ഫ്രിൻഡോ, ബിജോയ് ജോസ്, MP ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഈസ്റ്റർ കുർബാനയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ കാർമ്മികത്വം വഹിച്ചു. പള്ളിക്ക് സമീപത്തെ ജോർജിയൻ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച വിശുദ്ധ കുർബാന ഉയിർപ്പിന്റെ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിലെത്തി ദിവ്യബലിയോടെ സമാപിച്ചു. CLC അംഗങ്ങൾ ഈസ്റ്റർ എഗ് വിതരണം ചെയ്തു. സബ് ഡീക്കൻ ജിജോ തറയിൽ, തിരുനാൾ കൺവീനർ CD ജോസഫ്, ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, PV ബാബു, AT ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. യേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, ഉയിർപ്പ് തിരുനാൾ ദൃശ്യാവിഷ്കാരം, സ്നേഹവിരുന്ന്, ഉയിർപ്പ് തിരുനാൾ വചന സന്ദേശം എന്നിവ ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ ആളൂർ ലേവി, ചാലിശ്ശേരി സതീഷ്, വിൻസെന്റ് അന്തിക്കാട്, ആൻസൺ ചിറയത്ത്, ഇടവക മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫേൽ അന്തിക്കാട്, മതബോധന HM ജാക്സൺ കൈതാരത്ത്, PTA പ്രസിഡന്റ് ജോജു വർഗീസ് അക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. കിഴക്കാളൂർ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ ഉയിർപ്പ് തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. അർദ്ധരാത്രിയോടെ ആരംഭിച്ച തിരുകർമ്മങ്ങൾക്ക് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ആശ്രമത്തിലെ വൈദികനായ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ കാർമ്മികനായി. ദിവ്യബലിക്കിടെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും തുടർന്ന് തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണവുമുണ്ടായി. ദിവ്യബലിയെ തുടർന്ന് ഉയിർപ്പ് തിരുനാളിന്റെ സന്ദേശം നൽകി. ദിവ്യബലിയിലും തിരുകർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുകർമ്മങ്ങൾ അവസാനിച്ച ശേഷം ഈസ്റ്റർ എഗ് വിതരണവുമുണ്ടായി. ഉയിർപ്പ് തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു ആലപ്പാട്ട്, കൈക്കാരന്മാരായ ഡേവിഡ് അതിയുന്തൻ, ജോസ് ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഉയിർപ്പ് തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. അർദ്ധരാത്രിയോടെ ആരംഭിച്ച തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി. ദിവ്യബലിക്കിടെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും തുടർന്ന് തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. ദിവ്യബലിയിലും തിരുകർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ദിവ്യബലിയെ തുടർന്ന് ഉയിർപ്പ് തിരുനാളിന്റെ സന്ദേശം നൽകി. തിരുകർമ്മങ്ങൾ അവസാനിച്ച ശേഷം ഈസ്റ്റർ എഗ് വിതരണവുമുണ്ടായി. ഉയിർപ്പ് തിരുനാൾ ആഘോഷങ്ങൾക്ക് സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, KR ജിൻസൺ എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കൊരട്ടിക്കര മാർ കുറുലോസ് പള്ളിയിൽ രാവിലെ 3:30 ശുശ്രൂഷകൾ ആരംഭിച്ചു. തുടർന്ന് സ്ലീബ ആഘോഷം, വിശുദ്ധ കുർബാന, സ്ലീബ മുത്ത് എന്നിവ നടന്നു. ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ തോമസ് ചീരൻ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ യാമപ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടന്നു. ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സലിൻ C സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ ഉയിർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി നേതൃത്വം നൽകി. രാജൻ മാണി കോർ എപ്പിസ്കോപ്പ സന്നിഹിതനായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 6-ന് സന്ധ്യാപ്രാർത്ഥന, സുത്താറ പ്രാർത്ഥന, തുടർന്ന് രാത്രി നമസ്കാരത്തിന്റെ 3-ാം കൗമയിൽ
യേശുക്രിസ്തു ഉദ്ധിതനായെന്ന് 3 പ്രാവശ്യം പ്രഖ്യാപിച്ചു. പ്രഭാത പ്രാർത്ഥനയും ഉയിർപ്പ് ശുശ്രൂഷയുടെ ക്രമവും യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിനുവേണ്ടി കടന്നു ചെന്ന മാർത്തയ്ക്കും മറിയാമിനും പ്രത്യക്ഷപ്പെട്ടതിനെ അനുസ്മരിച്ച് വിശ്വാസികൾ കത്തിച്ച തിരികളുമായി പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തുകയും സ്ലീബ ആഘോഷിക്കുകയും തുടർന്ന് വിശുദ്ധ കുർബാനയും വിശ്വാസികളെ സ്ലീബ കൊണ്ട് ആശീർവദിക്കലും നോമ്പുവീടൽ സൗകര്യവും നടത്തി. ശുശ്രൂഷകൾക്ക് കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് P. ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടെ ഉയർപ്പ് ശുശ്രൂഷകൾ തുടങ്ങി. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് ഉയർപ്പ് പ്രഖ്യാപനം നടത്തി. മെഴുതിരികൾ കത്തിച്ച് വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ എതിരേറ്റു. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിക്ക് ചുറ്റും വെള്ളി കുരിശുകളേന്തിയും കത്തിച്ച മെഴുകുതിരികളേന്തിയും വിശ്വാസികൾ ഉയർപ്പ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തുടർന്ന് മദ്ബഹായുടെ 4 ദിക്കുകളിലേക്ക് പള്ളിമണികളടിച്ച് സ്ലീബ ആഘോഷവും നടത്തി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയുമുണ്ടായി. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് ഉയർപ്പ് സന്ദേശവും ഈസ്റ്റർ ആശംസകളും നേർന്നു. സ്ലീബ വണക്കവും സ്നേഹവിരുന്നുമുണ്ടായി. നിരവധി വിശ്വാസികൾ ഉയർപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു. പരിപാടികൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിൽ പുലർച്ചെ 3:30 പ്രഭാത പ്രാർത്ഥനയും 4 മണിക്ക് ഉയർപ്പിന്റെ ശുശ്രൂഷയും തുടർന്ന് ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അർപ്പിച്ചു. കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ഇടവക വികാരി ഈസ്റ്റർ സന്ദേശവും നൽകി. ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, ഇടവക കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ ദിവ്യബലിക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ സഹകാർമ്മികനായി. ഉയിർപ്പ് രൂപം വഹിച്ച് പ്രദക്ഷിണം നടത്തി. തുടർന്ന് ഡീക്കൻ ഷെബിൻ സന്ദേശം നൽകി. ജീസസ് യൂത്ത് പ്രവർത്തകർ ഒരുക്കിയ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. CLC പ്രവർത്തകർ ഈസ്റ്റർ എഗ് വിതരണം ചെയ്തു. ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, ഡെയ്സൺ പഴുന്നാന, MF വിൻസെന്റ്, ലിൻഡോ ചാക്കോ, പ്രതിനിധി സഭാ സെക്രട്ടറി ബാബു വർഗീസ്, PRO ജോബ് C. ആൻഡ്രൂസ്, SL മീഡിയ അംഗങ്ങളായ ആൽവിൻ, എഡ്വിൻ എന്നിവർ നേതൃത്വം നൽകി. മരുത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ഉയിർപ്പ് ശുശ്രൂഷകൾ നടന്നു. വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ കാർമ്മികത്വം വഹിച്ചു. ഉയിർപ്പിന്റെ പ്രഖ്യാപനം, പ്രദക്ഷിണം, വിശുദ്ധ കുർബാനയും ഉണ്ടായി. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ പുലർച്ചെ 3:30 പ്രഭാത നമസ്കാരവും 4 മണിക്ക് ഉയർപ്പ് ശുശ്രൂഷയും തുടർന്ന് വിശുദ്ധ കുർബാനയും അങ്ങാടി ചുറ്റിയുള്ള റാസയും ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് സഭാമേലധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റർ സന്ദേശവും വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. ഫാദർ വർഗീസ് വാഴപ്പിള്ളി, ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. ഇടവക സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ ബിനീഷ് ചെമ്മണ്ണൂർ എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിൽ ശനിയാഴ്ച രാത്രി 11:30 ആരംഭിച്ച ഈസ്റ്റർ തിരുകർമ്മങ്ങൾ പുലർച്ചെ 1:30 മണിവരെ ഉണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ റാഫേൽ താണിശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റർ ദിന സന്ദേശം നൽകുകയും ചെയ്തു. തിരുകർമ്മങ്ങളോടനുബന്ധിച്ച് CLC സംഘടനയുടെ നേതൃത്വത്തിൽ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ രൂപവുമായി ദേവാലയത്തിലേക്ക് തിരുപ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ഉയർപ്പ് തിരുനാളിന്റെ ദിവ്യബലിയും മറ്റ് തിരുകർമ്മങ്ങളും സമാപിച്ചപ്പോൾ ഭക്തജനങ്ങൾക്കായി ഹാളിൽ വലിയ നോമ്പ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള നേർച്ച നൽകി. വേലൂർ KCYM യൂണിറ്റ് പ്രസിഡന്റ് റോബിൻ ജോസഫ്, വൈസ് പ്രസിഡന്റ് മിലൻ മാർട്ടിൻ, സെക്രട്ടറി അമൽ KJ, ജോയിന്റ് സെക്രട്ടറി ജിബിൻ OJ, ട്രഷറർ മെൽവിൻ മാർട്ടിൻ, യൂത്ത് കൗൺസിലർ ജോസഫ് അൻസൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഐനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോർജ് ചാക്കോ നേതൃത്വം നൽകി. പ്രഭാത നമസ്കാരം, തുടർന്ന് ഈസ്റ്റർ ശുശ്രൂഷകൾ, പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരുന്നു. ചടങ്ങിന് കൈസ്ഥാനി ടൈറ്റസ് CG, സെക്രട്ടറി ജോൺ VK, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എടക്കഴിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റമളാൻ വിജ്ഞാന സദസ്സും ഇഫ്താർ സംഗമവും നടത്തി. എടക്കഴിയൂർ 6-ാം കല്ലിൽ നടന്ന ചടങ്ങിൽ മുസൽമാന്റെ ബാധ്യത എന്ന വിഷയത്തിൽ അസ്കർ സലഫി ക്ലാസ് എടുത്തു. അൻവർ അബൂബക്കർ വടക്കേക്കാട് ആമുഖ പ്രഭാഷണം നടത്തി.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദർ അലി, മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരുവത്ര, സെക്രട്ടറി റഫീഖ് അകലാട് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടത്തിയ ഇഫ്താർ സംഗമത്തിന് യൂണിറ്റ് സെക്രട്ടറി ഹുസൈൻ, പ്രസിഡന്റ് മുഹമ്മദ് ജാസിർ, കബീർ, അനസ്, മറ്റു ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. 19ഓളം വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷ്യധാന്യ കിറ്റുകളാണ് 350ഓളം പേർക്ക് നൽകിയത്. പ്രവാസി സഹോദരങ്ങളുടെയും മഹല്ല് നിവാസികളുടെയും സഹായത്തോടെയാണ് റംസാൻ കിറ്റ് മഹല്ലിൽ വിതരണം ചെയ്തത്. മഹല്ല് ഖത്തീബ് അലി ദാരിമി പ്രാർത്ഥന നടത്തി. മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി തളികശ്ശേരി ഹസൻ, മെമ്പർമാരായ പാവൂരയിൽ അബ്ദുൾ റസാഖ്, കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ്, കോട്ടയിൽ ജമാൽ, കുന്നത്തുവളപ്പിൽ കുഞ്ഞുമൊയ്തു തുടങ്ങിയവർ നേതൃത്വം നൽകി. നവമാധ്യമ കാഴ്ച. കുട്ടികളുടെ കളിത്തോഴന്മാരാണ് വീട്ടിലെ പെറ്റ്സ്. കൂട്ടുകൂടാനും കളിക്കാനുമെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇവർ മതി. മിണ്ടാപ്രാണികളാണെങ്കിലും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഭാഷ ഇക്കൂട്ടർക്കും അറിയാം. പെങ്ങാമുക്കിൽ നിന്നും അശ്വിൻ കൃഷ്ണ നൽകിയ ദൃശ്യം. Good night. Give people kiss. Say I love you. I love you. പുന്നയൂർ അകലാട് വീട്ടിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അകലാട് ഒറ്റൈനി സ്വദേശി അരമ്പാനയിൽ അബ്ദുറഹ്മാൻ മൈമുന ദമ്പതികളുടെ മകൻ ജിബിൽ എന്ന് വിളിക്കുന്ന ഉണ്ണിമോനാണ് മരിച്ചത്. 32 വയസ്സാണ്. ഞായറാഴ്ച വൈകിട്ട് 3:30ഓടെ വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ അകലാട് മുന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പണ്ടിരിക്കൽ രവീന്ദ്രൻ ഭാര്യ അമ്പിളി നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ആതിര, ആര്യ എന്നിവർ മക്കളാണ്. മർത്തങ്കോട് കിടങ്ങൂർ ചേനാട്ടിൽ മാമദു മകൻ മുഹമ്മദ് കുട്ടി നിര്യാതനായി. 78 വയസ്സായിരുന്നു. ഖബറടക്കം പഴുനാന ഖബർസ്ഥാനിൽ നടത്തി. ജമീല ഭാര്യയും നസ്രത്ത്, ഷിഹാബ്, സീനത്ത്, ഷഫ്ന എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU അംഗം പാറയ്ക്കൽ കുറ്റിക്കാട്ട് വാറപ്പന്റെ മകൻ ഫിലിപ്പ് നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കും. മേരി മാതാവും റോളി ഭാര്യയുമാണ്. അലീന, അഖിൽ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി MG റോഡ് നീരോലി അങ്ങാടിയിൽ ചീരൻ പരേതനായ ഉക്രു ഭാര്യ തങ്കമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. കൊച്ചുമോൻ യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസന കൗൺസിൽ അംഗം രാജൻ, യാക്കോബായ സുറിയാനി പള്ളി ട്രസ്റ്റിയും യാക്കോബായ സുറിയാനി സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ശലമോൻ, ഷീല, പരേതയായ ശാന്ത എന്നിവർ മക്കളാണ്. പെങ്ങാമുക്ക് ചീരൻ പരേതനായ വറീദ് മകൻ മാത്തുക്കുട്ടി നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളി സെമിത്തേരിയിൽ നടക്കും. ബേബി ഭാര്യയും ജോയ്, ജെയ്നി, ജെസി, ജെയ്സൺ എന്നിവർ മക്കളാണ്. പാറന്നൂർ പാക്കത്ത് മാധവൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കൗസല്യ ഭാര്യയും പ്രകാശൻ, പ്രദീപ്, പ്രീത എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ കടലാക്രമണം. സംസ്ഥാനത്ത് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പെരുമാറ്റച്ചട്ട ലംഘനം. LDFന്റെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് LDF നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടും. മാനവകുലത്തിന്റെ പാപമോചനത്തിനായി ഗാഗുൽത്ത മലയിൽ ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളുമായി വിശ്വാസി സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. കേച്ചേരി പാർപ്പൂക്കാവിൽ ആനപ്പാപ്പാന്മാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്ക്. ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി 34 വയസ്സുള്ള ബിജിക്കാണ് പരിക്കേറ്റത്.
ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശിനി സരസ്വതി, കാൽനട യാത്രക്കാരിയായ ഇരിങ്ങപ്പുറം ശ്രീകൃഷ്ണ ഭവനിൽ ദീപ എന്നിവർക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.